നാൽപ്പത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഒന്ന് നോക്കിയേ, ഇവിടെ നമുക്ക് ആദ്യ ക്വസ്റ്റ്യൻ വായിക്കാം. പി എ ഇസ് ദ ടാൻജന്റ് ഓഫ് ദ സർക്കിൾ. പി എ വരച്ചിരിക്കുന്ന ടാൻജന്റ് ആണ്. അപ്പൊ ഈ സാധനം ടാൻജന്റ് ആണോ? അല്ലാതെ ഈ സാധനം രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് പോയിട്ടുണ്ട്. പൊക്കോട്ടെ, ഒരെണ്ണം ടാൻജന്റും ഒരെണ്ണം ലൈനും ആണ്, അത് ഓർത്തോളാം. ഇനി ക്വസ്റ്റ്യൻ, പി ബി ഈക്വൽ ടു 4 സെന്റിമീറ്റർ, പി ബി ഈക്വൽ ടു 4 സെന്റിമീറ്റർ. പി ബി ഇതല്ലടാ, അപ്പൊ 4 അവിടെ എഴുതി നമ്മൾ. ഇനി അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ബി സി ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ബി സി ഇതല്ലടാ, ബി സിയും അവിടെ എഴുതി നമ്മൾ 5 സെന്റിമീറ്റർ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി എ. പി എയുടെ നീളം കാണാനാ പറഞ്ഞേക്കണം. പി എ ഏതാ? ഇത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇങ്ങനെ ഒരു സർക്കിളില് ഒരു ടാൻജന്റും ഒരു ലൈനുമാണ് തന്നിട്ടുള്ളതെങ്കിൽ ശ്രദ്ധിക്കണം, രണ്ടും ടാൻജന്റ് അല്ല, രണ്ടും ലൈൻ അല്ല, ഒരു ടാൻജന്റും ഒരു ലൈനുമാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. നോക്കിയേ, ഇവിടെ എം, എൻ, ഇവിടെ പി, ഇവിടെ ക്യൂ എന്ന് ഞാൻ കൊടുത്താൽ ഇത് കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആദ്യം നമ്മളുടെ ലൈൻ എടുക്കുക. ലൈന് രണ്ട് പാർട്ടുകളാക്കണം, എം പി എം ക്യൂ. എം മുതൽ പി വരെയും എം മുതൽ ക്യൂ വരെയും അങ്ങനെ. അപ്പൊ എം പി ഇൻറ്റു എം ക്യൂ ഈക്വൽ ടു എന്താണോ ടാൻജന്റ് അതിന്റെ സ്ക്വയർ. ടാൻജന്റ് ഇവിടെ ഏതാണ്? എം എൻ അല്ലേ? എം എന്നിന്റെ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. അപ്പൊ എന്ത് വരും ഇവിടെ? പറഞ്ഞേ, ഇവിടെ ഓരോ പാർട്ട് ആക്കേണ്ടത് ലൈനെയാണ്. പി ബി ഇൻറ്റു പി സി, തെറ്റിക്കരുത്, പി ബി ഇൻറ്റു പി സി ഈക്വൽ ടു ഇവിടുത്തെ ടാൻജന്റ് എന്താണോ അതിന്റെ സ്ക്വയർ. മറന്നു പോവരുത്, ടാൻജന്റിന്റെ ആണ് സ്ക്വയർ വരേണ്ടത് കേട്ടല്ലോ. നമ്മള് ഇക്വേഷൻ പഠിച്ചപ്പോ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്നാണ് പഠിച്ചിരിക്കുന്നതെങ്കിലും പി സി അവിടെ ടാൻജന്റ് ആണ്. ഇവിടുത്തെ ടാൻജന്റ് എന്താണോ അതിന്റെ വേണം സ്ക്വയർ വരാൻ കേട്ടല്ലോ. അപ്പൊ എഴുതാം നമുക്ക്. നമുക്ക് നോക്കാം, പി ബി എത്രയാണ്? പി ബി കിടപ്പുണ്ട് 4 ഇൻറ്റു അടുത്ത നമുക്ക് വേണ്ടത് പി സി ആ. പി സി എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇത്ര ഇല്ലടാ, ഇത്രയും ടോട്ടൽ ഇല്ലേ? അപ്പൊ 4ഉം 5ഉം കൂടി കൂട്ടുമ്പോ എത്ര വരും? ഇത് മൊത്തം 9. അപ്പൊ പി സി എത്രയാണ്? 9 ഈക്വൽ ടു എത്രയാണ്? പി എ സ്ക്വയർ. പി എ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ 9 4 കൂടി ഇൻറ്റു ചെയ്യാം. അപ്പൊ 36 ഈക്വൽ ടു പി എ സ്ക്വയർ. ഇനി തിരിച്ചെഴുതാം അല്ലെ നമുക്ക്. പി എ സ്ക്വയർ ഈക്വൽ ടു അപ്പൊ എത്ര വരും? 36. ഇതൊന്നും തിരിച്ചെഴുതിയെന്ന് മാത്രം. പി എ സ്ക്വയർ ആണ് 36. അപ്പൊ പി എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 36ന്റെ റൂട്ട് എടുത്താൽ മതി അല്ലെ? 36ന്റെ റൂട്ട് എത്രയാണ്? 6. അപ്പൊ 6 സെന്റിമീറ്റർ. ഇത്രേ ഉള്ളൂ ആൻസർ. അപ്പൊ ഈ പി എയുടെ ലെങ്ത് എത്രയാണ്? 6 സെന്റിമീറ്റർ എന്ന ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ മറക്കണ്ടാത്ത അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയേ, ഒരു ലൈനും ഒരു ടാൻജന്റും തന്നു കഴിഞ്ഞാൽ ലൈനുകളുടെ പാർട്ടുകൾ ഇൻറ്റു ചെയ്യുക, ടാൻജന്റിന്റെ സ്ക്വയർ എടുക്കുക. എം പി ഇൻറ്റു എം ക്യൂ ഈക്വൽ ടു എം എൻ സ്ക്വയർ, പി ബി ഇൻറ്റു പി സി ഈക്വൽ ടു പി എ സ്ക്വയർ. കേട്ടല്ലോ, മറന്നു പോരുത്. അപ്പൊ ഇതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യം. ഏത് ചാപ്റ്ററിലാണത്? ടാൻജൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്, തൊടുവരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം.